വരുന്നതിന് മുന്നേ ഇതൊക്കെ ബാഗ് ഇവിടെ. ആ ബാഗ് എല്ലാം ഉണ്ട്. ആരെങ്കിലും വരുന്നതിന് മുന്നേ രക്ഷപ്പെടണം. അതെങ്ങനാ? കൂടെ വിളിച്ച ആള് വരുമോ? ഓ, ആൾക്കാർ വരുന്നതിന് മുന്നേ ഇവിടുന്ന് മാറാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെ പോയി കിടക്കും? എൻ്റെ ദൈവമേ, നിങ്ങൾ വിചാരിക്കും ഞാൻ വല്ല കള്ളം ചെയ്തിട്ട് വീട്ടിൽ നിന്ന് അങ്ങനെ മോഷ്ടിച്ചോണ്ട് പോവാന്ന്. അല്ല. പിന്നെ പങ്കാളിയുടെ കാര്യം പറഞ്ഞത്, സത്യം പറഞ്ഞാ ജീവിത പങ്കാളി എൻ്റെ കാമുകന്റെ കാര്യമാണ് പറഞ്ഞത്. ചന്തൂട്ടി ഞങ്ങളെ ഇന്ന് ഒളിച്ചോടാൻ പോവാ. എന്നാ നീ ചന്തൂട്ടി എവിടാ? വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എത്ര തവണ ഞാൻ വിളിച്ചെന്നറിയാവോ? സോഷ്യൽ മീഡിയ പരസ്യങ്ങളിൽ നിന്നോ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്നോ നിങ്ങൾ ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്യരുത്. അത് നിങ്ങളെ സാമ്പത്തിക പരാധീനതയിലേക്ക് തള്ളിവിട്ടേക്കാം. പൊതുജന താല്പര്യാർത്ഥം ഭാരത സർക്കാർ ഗ്രാമീണ മന്ത്രാലയം. എന്റെ പൊന്നോ, ഗ്രാമീണ മന്ത്രാലയം എന്തുവായാലും മനുഷ്യർ ഇവിടെ ഊഞ്ഞാലാടിക്കൊണ്ട് നിൽക്കുന്നതാണോ നിങ്ങളുടെ ഈ പരസ്യം? ഇന്നലെ ചന്തൂട്ടി ഇത് എവിടെ പോയി? എത്ര നേരമായിട്ട് ഞാൻ ഇവിടെ നിൽക്കി ഈ സമയത്തോടെ വരാമെന്നാന്നല്ലോ പറഞ്ഞത്. എത്ര നേരമായിട്ട് ഞാനിവിടെ ഞാൻ ടെൻഷൻ അടിച്ചു പോയി. ചന്തൂട്ടി എവിടെ വരുന്ന ഇത്ര നേരം? വിളിച്ചിട്ടെന്താ ഫോൺ എടുക്കാൻ? ഞാൻ എപ്പോ മുതൽ വിളിക്കുവാരെന്നറിയാമോ? ഇത് കണ്ടോ? ഞാൻ പകുതിയായി പോയി ടെൻഷൻ അടിച്ചിട്ട്. നീ വിളിച്ചാൽ എങ്ങനെ കിട്ടും? എന്താ? ഫോൺ ഞാൻ എടുത്തില്ല, വീട്ടിൽ വെച്ചേക്കോ. മറന്നുപോയോ? മറന്നുപോയതല്ല, പിന്നെ നമ്മളിപ്പോ ഒളിച്ചോടാൻ പോവല്ലേ, നമ്മളോട് വീട്ടുകാരെല്ലാം പിണങ്ങുമല്ലോ. അപ്പൊ പിന്നെ ഞാൻ അച്ഛനെ വിളിക്കണമല്ലോ, അതിന് വേണ്ടി വെച്ചേക്കോടെ. അതിന് അച്ഛന്റെ അമ്മയുടെ ഫോൺ വീട്ടിലില്ലേ? അവരുടെ ഫോണിലോട്ടങ്ങ് വിളിച്ചാ പോരായിരുന്നോ? അയ്യോ, മീനോട്ട് ഇത്ര മണ്ടിയാന്നു. നമ്മൾ പൊളിച്ചോടി പോയി അവർ പിണങ്ങി കഴിഞ്ഞാൽ ഞാൻ വിളിച്ച അച്ഛനും അമ്മയും ഫോൺ എടുക്കുമോ? അതിനാ എന്റെ ഫോൺ അവിടെ വെച്ചേക്കുന്നത്. അപ്പൊ എന്റെ ഫോണിലോട്ട് ഞാൻ വിളിക്കും. സ്വന്തം മോന്റെ ഫോണിൽ ഒരു കോൾ വന്നാൽ അത് ആരാന്നറിയാൻ അച്ഛനും അമ്മ എടുക്കും. അതിനാ ഞാൻ അവിടെ വെച്ചേക്കുന്നത്. അല്ല, അവരെ എടുത്തില്ലെങ്കിലോ? അവരെടുക്കുന്ന രീതിയിലുള്ള ഇട്ടുമാറും പൊട്ട ഒരു റിംഗ് ടോണാണ് ഞാൻ എടുത്തിട്ടേക്കുന്നത്. അത് വിട്. എത്ര നേരമായിട്ട് ഞാൻ അവിടെ നിൽക്കുക? എന്ത് ഇത്ര താമസിച്ചത് വരാൻ? നമ്മളൊരു നല്ല കാര്യത്തിന് പോവല്ലേ, ഇങ്ങോട്ട് വരുന്ന വഴി അമ്പലത്തിൽ പൊങ്കാല, ഞാൻ അവിടെ നിന്ന് കയറി. കൊള്ളാം, മനുഷ്യ ഇവിടെ ഉമ്മനീരാക്കാതെ ഇവിടെ നിൽക്കും. അന്നേരം പൊങ്കാല പായസത്തിൽ അമ്പലത്തിൽ പോയില്ലയോ? പായസത്തിന്റെ പോയല്ലെന്നും. ഞങ്ങളുടെ കുടുംബക്ഷേത്രമല്ലേ, ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം ഇന്ന് അവിടെ പൊങ്കാല ഇടാൻ വരും. എന്തായാലും നമ്മൾ ഒളിച്ചോടി കഴിഞ്ഞാൽ ആരും നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. അപ്പൊ എല്ലാ കുടുംബക്കാരെ അവസാനമായിട്ടൊന്ന് കണ്ണിറയെ കാണാമല്ലോ എന്ന് വിചാരിച്ചു പോയതാ. ഓരോരോ ചടങ്ങുകള്. നല്ലപോലെ പ്രാർത്ഥിച്ചു ചെയ്യാൻ, ദേവിയെ നോക്കി വിളിച്ചു ചൊല്ലി പ്രാർത്ഥിച്ചു ചെയ്യാൻ. ഒളിച്ചോട്ട് നന്നാക്കി തരും. എനിക്ക് ഇപ്പൊ അമ്പലത്തിനുള്ള പൊങ്കാല ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ കുടുംബക്കാരിടുമല്ലോ. എന്താ കാര്യം ചെയ്യാൻ വരുന്നത്? അച്ഛനോടും അമ്മയോടും ചെന്നോട് പറഞ്ഞിട്ട് വരാൻ വയ്യായിരുന്നോ? എനിക്കും അതായിരുന്നു ആഗ്രഹം. അച്ഛന്റെ അമ്മയുടെ കാലൊക്കെ തൊട്ട് തൊഴുത് നമുക്ക് കല്യാണം ഉണ്ടോത്തി വെച്ച് നല്ല രീതിയിൽ കല്യാണം നടത്തിയാൽ മതി. അത് പിന്നെ ഇപ്പൊ ഒന്നും ചെയ്തില്ലല്ലോ. പക്ഷെ ഞാൻ രണ്ടുപേരുടെ കാലം തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ടാ വന്നേക്കുന്നത്. നിങ്ങളുടെ വീട്ടുകാരില്ലേ കൂടുതൽ എതിർത്തത്? ഞങ്ങളുടെ വീട്ടുകാരോട് ഒന്നുകൂടെ സമ്മതിച്ചായിരുന്നു, അവര് സമ്മതിച്ചേനെ. എന്തിനാ പിന്നെ അച്ഛനോടും അമ്മയോടൊക്കെ പറയാൻ നിന്നത്? അച്ഛനോടും അമ്മയോട് പറഞ്ഞില്ലെന്ന് പറയാതെ തന്നെ ഞാൻ ഒരു ട്രിക്ക് പ്രയോഗിച്ച് കാലം തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു. അതെന്താ ട്രിക്ക്? രാവിലെ അച്ഛൻ പത്രം വായിക്കുമായിരുന്നേ. ഞാൻ അച്ഛന്റെ കാലം നോക്കിയിട്ട് പറഞ്ഞ, അച്ഛാ, അച്ഛന്റെ കാലയിലെ നഖമെല്ലാം വളർന്ന് വേഴാമ്പലിന്റെ ചുണ്ടുപോലായിരിക്കുന്നു, അതെല്ലാം വെട്ടിത്തരട്ടെ നീ ചോദിച്ചു. അച്ഛൻ പറഞ്ഞു വെട്ടിത്താന്ന് പറഞ്ഞ് ഞാൻ അച്ഛന്റെ കാലെടുത്ത് ഇങ്ങനെ വെച്ച് ഓരോ നഖം വെട്ടിക്കളഞ്ഞിട്ടും ഓരോ അനുഗ്രഹം, ഓരോ നഖം വെട്ടിക്കളഞ്ഞിട്ടും ഓരോ അനുഗ്രഹം. അങ്ങനെ അച്ഛന്റെ അനുഗ്രഹം വാങ്ങിച്ചു. അപ്പൊ അമ്മയുടെയോ? അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ച ഭയങ്കര അതിനെക്കാട്ടി കിടക്കുന്ന ഒരു ട്രക്ക് ഉണ്ടായിരുന്നു. അമ്മ അവിടെ നിന്ന് മീൻ വെട്ടി കഴിക്കുമായിരുന്നേ. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് അത്രയും പ്രായമൊന്നും ആയില്ല, അമ്മ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി നടക്കണമെന്ന് പറഞ്ഞിട്ടേ അമ്മയുടെ വിരലെ ഞാൻ ക്യൂടെക്സ് ഇട്ട് കൊടുത്തു. ആ ക്യൂടെക്സ് ഓരോന്നിട്ടപ്പോഴും തൊട്ട് കണ്ണി വെച്ച് അനുഗ്രഹം വാങ്ങിച്ചു. അങ്ങനെ ട്രിക്ക് പ്രയോഗിച്ച് ചെയ്യാൻ. പക്ഷെ ചന്തൂട്ടി എന്നെ പ്രണയിച്ചു തുടങ്ങിയ നാള് മുതൽ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. എന്തുവാ? ചന്തൂട്ടിയോട് ഏറ്റവും കൂടുതൽ ഇഷ്ടവും ചന്തൂട്ടി എപ്പോഴും കഥകൾ പറഞ്ഞു തരുന്നത് എല്ലാം അപ്പൂപ്പനല്ലയോ? അപ്പൂപ്പനോട് പറയായിരുന്നു. എല്ലാ കാര്യത്തിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന അച്ഛനോട് ഞാൻ പറഞ്ഞില്ല, പിന്നെ കട്ടപ്പുറത്തിരിക്കുന്ന അപ്പൂപ്പനോട് പറയായിരുന്നു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, ആരോടും പറയാൻ പറ്റാത്തതില്. പക്ഷെ അമ്മൂമ്മയുടെ കുഴിമാടത്തെ ചെന്ന് ചന്ദനത്തിരി കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോ ആ വിഷമം എല്ലാം അങ്ങ് മാറി. നോക്കട്ടെ, ഇതെന്തോ പൂച്ച ഒട്ടിയ പാട്? പൂച്ച ഒട്ടിയതല്ല. ഇപ്പൊ അമ്മൂമ്മയുടെ കുഴിമാടത്തിൽ ചന്ദനത്തിരി കത്തിച്ച് പ്രാർത്ഥിച്ച കാര്യം പറഞ്ഞില്ലേ, ചന്ദനത്തിരി കത്തിച്ചിട്ട് അനുഗ്രഹിക്കും അമ്മൂമ്മയെന്ന് പറഞ്ഞ് കുനിഞ്ഞതാ, കൊണ്ട് തെറ്റി വെച്ച് കൊടുത്തു, അങ്ങനെ പൊള്ളിയതായിട്ട്. അത് കുഴപ്പമില്ല, എന്തായാലും അനുഗ്രഹം കിട്ടിയല്ലോ. ഒന്നുമില്ലേ? ആര് പറഞ്ഞു? ഉടുപ്പും പാറ്റൊക്കെ ഉണ്ടല്ലോ. അതല്ല, ബാഗേജ് കൊണ്ടുവന്നില്ലേ? അയ്യോ, അത് കൊണ്ടുവന്ന ഉച്ചയ്ക്ക് അമ്മയ്ക്ക് ചോറിനോട് തോരൻ വെക്കണ്ടേ? അത് ക്യാബേജ്. ഞാൻ പറഞ്ഞത് ഡ്രസ്സൊക്കെ എടുത്തോണ്ട് വരാനുള്ള ബാഗേജ് ഒന്നും കൊണ്ടുവന്നില്ലയോ? അയ്യോ, ബാഗ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല വീട്ടില്. അമ്മ എല്ലാം പൂട്ടി വെച്ചേക്കോ. ബാഗ് ചോദിച്ചാൽ അമ്മയ്ക്ക് സംശയം തോന്നില്ലേ? ഈ ചന്തോട്ടി ഓരോ കാര്യം ഒപ്പിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഒരു ബാഗ് ഒന്നും എടുക്കാനില്ലായിരുന്നു? ആകെ ഉള്ളത് അപ്പൂപ്പന്റെ യൂറിൻ ബാഗ്. അതിനകത്ത് എന്റെ തുണി കുത്തി കയറ്റി വെക്കാൻ പറ്റും. അതൊക്കെ എന്നെ കണ്ടുപിടിക്കും കേട്ടോ. മിടുക്കി,
എങ്ങനെ ഈ വീട്ടുകാരെ പറ്റിച്ച് ഈ തുണിയെല്ലാം കൂടെ എടുത്തോണ്ട് വന്നിട്ട് നീ? അതാണ് ചന്തൂട്ടിയോടുള്ള സ്നേഹം, ആത്മാർത്ഥത, എന്തുവാ? പ്രണയം. ചന്തൂട്ടി എന്നെ ഇഷ്ടം പറഞ്ഞ ദിവസമില്ലേ, അന്ന് മുതല് രണ്ടോ ചുരിദാർ ഞാൻ ഇവിടെ കുളിക്കാൻ വരുമ്പോ ദാ അവിടെ ഇവിടെയൊക്കെ ഒളിപ്പിക്കും. പിന്നെ നമ്മൾ അമ്പലപ്പുഴ വെച്ച് കണ്ടില്ലേ, അന്നേരം കുളിക്കാൻ വന്നപ്പോ 2 ചുരിദാർ ഇതുപോലെ അവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് വെച്ച് കാണുമ്പോ ഓരോ ചുരിദാർ ഈ പഞ്ചായത്തിന്റെ പല മൂലകളിൽ ഞാൻ ഒളിപ്പിച്ചിട്ടുണ്ട്. ഏത് സമയം എവിടെ വന്ന് വേണേലും നമുക്ക് ഒളിച്ചോടാം. ഭയങ്കര ബുദ്ധിയാ. പിന്നെ നമുക്കിത് വേണോ? നമുക്ക് വേണ്ട വല്ല ആടിനോ മാടിനോ ഒക്കെ അത് വേണ്ടി വരും. പിന്നെ നമുക്ക് വേണ്ടി വരും. അതെ, ഇതുപോലെ സമയം കളയാൻ മൂക്കിലിട്ട് തുമ്മാന് നല്ലതാ. അയ്യോ, ഈ പുല്ലിന്റെ കാര്യമല്ല ചോദിച്ചത്. പിന്നെ ഈ ഒളിച്ചോട്ടം പരിപാടിയൊക്കെ നമുക്ക് വേണോന്നാ ചോദിച്ചത്. അതെന്തോ അങ്ങനെ? ഇപ്പൊ ഒളിച്ചോണ്ട ആവശ്യം എന്താ? നിനക്ക് ഒരു കല്യാണം വീട്ടിൽ നിന്ന് വരുന്നില്ല, നിന്റെ പുറകെ പ്രേമിക്കാൻ ആരും വരുന്നില്ല, പിന്നെ എന്തിനാ ഇപ്പൊ ഇതൊക്കെ അത്യാവശ്യപ്പെട്ട് ഒളിച്ചോടുന്നേ? എന്റെ കൂട്ടുകാരികളില്ലയോ, 5-6 ഒളിച്ചോടി. എനിക്ക് ഭയങ്കര ആഗ്രഹം ഒളിച്ചോടി. 5-6 ഒളിച്ചോടിയെന്നോ? ആ, എന്റെ കൂടെ 10ാം ക്ലാസ്സിൽ തോറ്റ സന്ധ്യ ഒളിച്ചോടി, 9ാം ക്ലാസ്സിൽ പഠിച്ച ബിന്ദു ഒളിച്ചോടി, പിന്നെ 7ാം ക്ലാസ്സിൽ പൂർണ്ണമായിട്ടും വരാത്ത രാജി ഒളിച്ചോടി. വേണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. പക്ഷെ എനിക്ക് ഭയങ്കര ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നായിരുന്നു. എന്നോട് 10ാം ക്ലാസ് ഒരുമിച്ച് എഴുതി തോറ്റ രേഷ്മ 2ാമത് 10ാം ക്ലാസ് എഴുതി എടുത്തായിരുന്നു. അതറിഞ്ഞായിരുന്നു നീ? അതൊന്നും ഞങ്ങളുടെ ഗ്രൂപ്പിൽ വരത്തില്ല. ഒളിച്ചോട്ടം നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇങ്ങനെ ഒളിച്ചോടി പോയി കഴിഞ്ഞാണ്ടല്ലോ ഈ വീട്ടുകാരൊക്കെ നമ്മളോട് ഭയങ്കര ദേഷ്യമായിരിക്കും. പിന്നെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, ആരും കൂടെ കാണത്തില്ലെന്ന് ഓർത്തോണം കേട്ടോ. ഞാനത് ആലോചിക്കാതിരിക്കുന്നാണ് ചന്തൂട്ടി. ചന്തൂട്ടിയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. അതെന്തുവാന്ന് പറയട്ടെ, ഇപ്പൊ നമ്മൾ പോകും, കൊറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ വീട്ടുകാർ നമ്മളോട് സ്നേഹം കാണിക്കും. അതിനൊരു വഴിയുണ്ട്. എന്തോ വഴിയാ? ഒരു കുഞ്ഞു വേണം, അപ്പൊ ഒരു മിണ്ടും. മീനിട്ടൊരു കാര്യം പോയൊരു കുഞ്ഞായിട്ട് എന്നിട്ട് നമുക്ക് ഒളിച്ചോളാം. എന്താ പറയുന്നത്? നമുക്ക് കുഞ്ഞുണ്ടാവുന്ന കാര്യോ പറഞ്ഞത്? നമുക്ക് കുഞ്ഞുണ്ടോ? പിന്നല്ലാതെ. വീട്ടുകാര് വരുമോ? പിന്നെ ഒന്നും പേടിക്കണ്ട, നാളെ കല്യാണം കഴിക്കുന്നു, 1 മാസം കഴിയുമ്പോ കുഞ്ഞു റെഡി. വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുത്തിട്ട് നടത്തുന്ന കാര്യമല്ല ഈ പ്രസവം. അതല്ല, എനിക്ക് ദിവ്യശക്തിയും മന്ത്രശക്തിയും ഒന്നും ഇല്ല ഉടനെ 1 മാസം കൊണ്ട് കുഞ്ഞിനെ ഒന്ന് ഓർക്കാന്. പിന്നെ എപ്പോ വേണം നമുക്ക് കുഞ്ഞ്? അത് ചന്തൂട്ടി സമ്മതിക്കുമോന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ പറയുവാ, ജോബായിട്ട് മതി എനിക്ക് കുഞ്ഞ്. എന്താ തോപ്പിക്കാനാണെങ്കിൽ ഇതിലും നല്ല ചുണ്ട എന്റേത്. പിന്നെ എങ്ങനെ എന്തോ ചെയ്താ പറ്റും, കൂടെ കൊണ്ടുപോകണമല്ലോ. അതാണോ പറഞ്ഞത്? അതാണോ ഞാൻ പറഞ്ഞത്? എന്റെ ജോബ് എന്ന് പറഞ്ഞാല് ജോലി, അതിന്റെ ഇംഗ്ലീഷ് അറിയത്തില്ലായിരുന്നോ? ജോലി ജോലിയായിട്ട് ആ, അതെന്തോ കാണിക്കുവാ? എന്താ കാണിക്കുവാ? ഒരു നിമിഷത്തേക്കെങ്കിലും മീനൂട്ടിയെ സംശയിച്ച് ഈ ചുണ്ടെനിക്ക് വേണ്ട വലിച്ചു കളയരുത്. ആവശ്യമുണ്ട്, ആവശ്യമുണ്ട്. ചുണ്ടുകൊണ്ടോ? എനിക്കറിയാം. എന്താ? നാരങ്ങയുള്ള സ്ട്രോട്ട് കുടിക്കാനല്ലയോ മോനെ? നമ്മളെ കണ്ടു കാണുമോ? അതുപോലും കണ്ടു കാണത്തില്ല. ഇവിടെ എന്തോ നടക്കുന്നത്? ഞാൻ ഈ ഒരു ഓട്ടം മിന്നൽ മുരളി സിനിമയ്ക്കകത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നല്ലാതെ നമുക്ക് രക്ഷപ്പെടാം. അവര് തിരിച്ചു വരുന്നതിന് മുന്നേ രക്ഷപ്പെടാം. അതൊക്കെ എനിക്കറിയാം ചന്തൂട്ടി, എനിക്കറിയാവുന്ന പോലെ ആർക്കെങ്കിലും അറിയാവോ? തൽക്കാലം നമുക്ക് ഇത് വെച്ച് പിടിച്ചു നിൽക്കാം. ഈ ബാഗിന്റെ വള്ളിയെ പിടിച്ചോ? അതല്ലെന്ന്. ഇതേ ആദ്യ കാമുകൻ തന്നതാ. എന്തോ പിന്നെ പ്രേമൊന്നും ഇല്ലായിരുന്നു പറഞ്ഞില്ലേ? അയ്യോ, എനിക്കല്ല, എന്റെ ചേച്ചിക്ക് ഒരു കാമുകനുണ്ട്, ഒരു ആദ്യത്തെ ഒരു കാമുകൻ. അപ്പൊ ചേച്ചി കല്യാണം നടക്കാതെ പോയപ്പം ചേച്ചിക്ക് വേറെ കല്യാണം നടത്തിയില്ലേ? നേരെ വെക്ക്. വേറൊരു കല്യാണം നടത്തിയില്ലയോ? അന്നേരം ഞാൻ പറഞ്ഞു, അയ്യോ പഴയ കാമുകനൊക്കെ തന്നെ എന്തോ നീ സ്വർണം കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്നൊക്കെ പറഞ്ഞപ്പം ചേച്ചിയെ ഇഷ്ടംപോലെ പറ്റിയിട്ട് എനിക്കത് കിട്ടിയത്. പിന്നെ ഇത് അച്ഛൻ ബർത്ത്ഡേക്ക് തന്നത്. വരക്കേണ്ട സ്വർണം ഞാൻ നോക്കിയായിരുന്നു. ഇത് അച്ഛൻ തന്നത്. പിന്നെ ഇതുണ്ടല്ലോ, ഇത് അമ്മൂമ്മ തന്നതല്ല, ഞാൻ ഇസ്കിയത്. 10-20 കൊല്ലം പഴക്കമുള്ള സ്വർണ്ണമാണോ? ഇല്ല, ഇത് 60 കൊല്ലമൊന്നുമില്ല. 60 കൊല്ലം ഉണ്ടായിരുന്ന അമ്മൂമ്മയുടെ കഴുത്തല ചെളി ഇതിനെക്കാട്ടി കൂടുതലിനകത്ത് കണ്ടു. ഇല്ല, ഇതിന് 10-60 കൊല്ലം പഴക്കം ഉണ്ട്. 4 കൊല്ലത്തിൽ കൂടുതൽ. അത് ചന്തൂട്ടിക്ക് എങ്ങനെ അറിയാം? ഞാനല്ലേ ആ വീട്ടിൽ താമസിച്ചത്, എനിക്കല്ലേ പറയാം. സ്വർണ്ണക്കടയിലൊക്കെ ജോലി ചെയ്താൽ മീനൂട്ടി എനിക്കറിയാം. ഇതിനെപ്പറ്റി മീനൂട്ടിക്ക് ഒന്നും അറിയത്തില്ല. എനിക്കോ? ഇല്ല, അറിയത്തില്ല. എനിക്കോ? മീനൂട്ടിക്ക് അറിയത്തില്ല. എനിക്കോ? അറിയത്തില്ല. എനിക്കോ? ഇല്ല. എനിക്കോ? ഇല്ല. എനിക്കോ? എനിക്കോ? തീർന്നേ. കയറി സ്പൂഫേ കയറി പിടിക്കാൻ പോകുന്നു. മോനെ
മോനെ മോനെ. ഏതുവഴിയാ? ഏതുവഴിയാ? അതുവഴി എല്ലാം പോകുന്നു. എനിക്ക് വയ്യ. ഇവിടെ നോക്കി നിൽക്കാതെ. എങ്ങോട്ട് പോകുമെന്ന് പറ, എങ്ങോട്ട് പോകുമെന്ന് പറ. ആലപ്പുഴയ്ക്ക് പോവാം. ആലപ്പുഴയിൽ ആരുണ്ട്? അവിടെ എന്റെ കൂട്ടുകാരുണ്ട്. നമ്മൾ ചെന്നിറങ്ങുമ്പോൾ അമ്മ ജെട്ടിയിൽ നിൽക്കും. നമുക്ക് അമ്മർക്ക് നാട്ടിലെ അവന്മാർക്ക് ഒരു കൂട്ടുകാരൻ ഒരു പെണ്ണുമായിട്ട് ചെല്ലുമ്പോൾ അവന്മാർ അങ്ങനെയാണ് നിൽക്കുന്നത്. അവർക്ക് എന്തുകൊണ്ട് ഒരു ഷർട്ട് മുണ്ട് വാങ്ങിച്ചിട്ടൂടാ? പിന്നെ അമ്മ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിൽക്കും. നമ്മളെ അമ്മ കൊണ്ടുപോയി രക്ഷപ്പെടുത്തുന്ന അങ്ങനെ പോകുമ്പോ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ? എവിടെ ഓടിയാലും ഞാൻ കണ്ടുപിടിക്കും. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. പൊന്നാരേ, പൊന്നാര കുടി. പൊന്നാരേ. എടാ മണിക്കുട്ടാ, ഓടിപ്പോയി കഴിഞ്ഞാൽ നിന്നെ അമ്മ കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചാടാ. എപ്പം കെട്ടടിച്ചു വിട്ടാലും അപ്പുറത്തെ സുകുമാരന്റെ പറമ്പിൽ പോകും. എന്തിനാണെന്നറിയാമോ? ഒരു കൊച്ചു പെൺപാടുണ്ട്, മീനുക്കുട്ടി. കൈയിടാൻ വേണ്ടി പോകുന്നതാ. ഒളിച്ചോടാണ് പരിപാടിയൊക്കെ ഞാൻ അടിക്കും ഞാൻ. തോലോനോടാ തോലോനോ എങ്കിലേ അമ്മക്ക് കുറച്ച് കാടി കളിക്ക് തരാം. കുട്ടി കേട്ട കുട്ടി 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 കുടിച്ചോ കുടിച്ചോ. എന്തിനാണെന്നറിയാവോ? കാടിയാണെങ്കിലും മൂടി കുടിക്കണമെന്നാണല്ലോ. കുടിച്ചോട്ടെ. കമലമ്മ ചേട്ടത്തിയാ കാടിനെ തീറ്റാന്ന് പറഞ്ഞോണ്ട് ഇവിടുന്ന് പോകുന്നില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്ത് പറഞ്ഞ് പോകണമെന്ന് ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ? പേടിപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞു വിടും. മൂർഖൻ ചീറ്റും അങ്ങോട്ട് കേട്ടു. അതെന്തുവാ? ചീറ്റുന്ന പാമ്പില്ല, മൂർഖൻ ചീറ്റുന്ന പോലെ. മറ്റേ സംഭവം പഠിച്ച മൂർഖനോ? അല്ലാതെ ചീറ്റ്. സൈക്കിള് ഇതവൻ തന്നെ, ചെത്തുകാരൻ ചന്ദ്രൻ. ഞാൻ ഇവിടെ എന്ന് കുളിക്കാൻ വന്നോ അന്ന് എന്റെ പുറകെ വരും. ഈ കുളിക്കടവിനടുത്ത് തേങ്ങൊന്നുമില്ലായിരുന്നു. ആ കാണുന്ന തെങ്ങൊന്നും അല്ലായിരുന്നു. എവിടെ നിന്നതിനെ പിഴുതോണ്ട് വന്ന് ഇവിടെ കൊണ്ട് നട്ടിട്ട് അതിന്റെ മുകളിൽ ഇരുന്ന് ചെത്തും. ഞാൻ കുളിക്കണ കാണാൻ. എന്റെ കളി അവനടുത്ത് നടക്കത്തില്ല. സൈക്കിള് ജനിച്ച നാളും ഇതുവരെ സൈക്കിൾ ഞാൻ ചവിട്ടിയിട്ടില്ല. ആരും ഇല്ല, ഒന്ന് ചവിട്ടാം. തൃപ്പിരി. പാമ്പ് ചീറ്റിയല്ലോ. പാമ്പ് ഞാൻ ചീറ്റിയല്ലോ. അതല്ല, പാമ്പിന്റെ ഐഡിയ ചീറ്റിയല്ലോ. വേറെ എന്തെങ്കിലും വേറെ സംഭവം എടുക്ക്. പുലി മുരളി ചെയ്യട്ടെ. പുലി മുരളി ചെയ്യുമോ? പുലി മുരളുന്നത് ചെയ്യട്ടെ. ചന്ദ്ര, തെങ്ങിന്റെ മണ്ടയിലിരുന്ന് ഉറങ്ങി കൂർക്കം വലിച്ച് താഴെ വീടല്ലേ. പാമ്പ് ചീറ്റെന്ന് അറിയത്തില്ല, പുലി കരയെന്ന് അറിയത്തില്ല. എന്തെങ്കിലും ഒന്ന് അറിയാവോ? തെറുപ്പിക്ക് ഞാൻ ഇനി കാണിച്ച തെറുപ്പിക്കും. അങ്ങനെ നില്ലേ. മിണ്ടാപ്രാണികളാണെങ്കിലും അവരുടെ ഭാഷയിൽ അവരുടെ കൂട്ടുകാരടുത്ത് പറയും ചേച്ചിട്ടൊന്ന് കുളിക്കണമെന്ന്. ആരെങ്കിലും ഉണ്ടാ? പരന്നു പോണ പറവകളോട് കൊക്ക്, മയിലു, കുരുവി എല്ലാരും ഒന്ന് കണ്ണടച്ചോണം, ഞാൻ കുളിക്കാൻ പോവാന്നേ. കുളിച്ചിട്ട് തുണി കഴുകി അങ്ങോട്ട് തിരിഞ്ഞ ഈ സമയത്ത് നമുക്ക് പോയാലോ? ബാഗ് എടുക്ക്. ഇച്ചിരി കഴിഞ്ഞു പോവാ. അതെന്താ? ഇച്ചിരി കഴിഞ്ഞു പോവാ. സത്യസന്ധനാണ്, നിഷ്കളങ്കനാന്ന് പറഞ്ഞിട്ട് ഇത് മാത്രമല്ലല്ലോ, ഇത് മാത്രമല്ല, ഞാൻ അരയ്ക്കും. അതിപ്പോ എത്ര കോടീശ്വരനാന്ന് പറഞ്ഞാലും അന്നദാനം കണ്ട ഒരു പിടി ചോറിനും. ഈ നൈറ്റിന്റെ അടിയിൽ എപ്പോഴും വന്ന് കയറി. ആര്? ഈ സമയത്തെ, അതായത് ഈ രാവിലെയും കഴിഞ്ഞു ഉച്ചയുമല്ല, ഈ ഇടവേള സമയത്ത് നമ്മൾ പെണ്ണുങ്ങൾ ഇങ്ങനെ കുളിക്കാൻ പാടില്ല. വിദഗ്ധർ പറയുന്നു സൗന്ദര്യം നഷ്ടപ്പെടുന്നു. പെട്ടോട്ടെ, ഇത്തിരി കൂടുതലാണല്ലോ എനിക്ക്. കുറച്ച് ഞാൻ കുളിച്ച് പകുതി നദി കൊണ്ട് പോട്ടെ. അയ്യോ, അങ്ങനെ പറയരുത് ചേച്ചി. ഇപ്പൊ കുളിക്കരുത്, ഇത് അറിയാത്തത് കൊണ്ടാ. കുളിക്കരുത്.
നിന്നെ എനിക്ക് നല്ല പരിധി എവിടെ ഉള്ള വെച്ചേ ഞാൻ എന്നെ അറിയാൻ വഴിയില്ല. എവിടെ തങ്ങമര പോലെ എഴുതി. അതെ. നിന്റെ അച്ഛന്റെ പേരെന്തുവാ? മണിമലയാറ്റിൽ വിജയൻ. മണിമലയാറ്റിൽ വിജയനല്ലല്ലോ, മണിമലയാറ്റിൽ വെള്ളമല്ലേ? ഓ അത് നല്ല കൗണ്ടറായിരുന്നു കേട്ടോ, നല്ല നല്ല കൗണ്ടറായിരുന്നു എന്റെ പൊന്നി ചേച്ചി. എനിക്ക് നിന്റെ അച്ഛനെ അറിയാൻ കുഞ്ഞോ കുറെ നാളുകളായിട്ട്. കുറെ നാൾ എന്റെ പുറകെ നടന്നത് അവരാവശ്യം പറഞ്ഞുകൊണ്ട്. എന്തോ എന്തോ പറഞ്ഞേ? എന്റെ പുറകെ നടത്തിയിട്ടുണ്ട് എന്റെ അച്ഛൻ. ഞാൻ ഞങ്ങളുടെ അമ്മയോട് പറഞ്ഞു കൊടുക്കും, ഞാൻ ഞങ്ങളുടെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. എന്റെ അച്ഛൻ നിങ്ങളുടെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഞങ്ങളുടെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. അല്ല എടി കൊച്ചേ, നിന്റെ അച്ഛൻ വന്ന് എന്റെ അടുത്ത് പറഞ്ഞു ഒരു പ്രായപൂർത്തിയായ ഒരു മോൾ എനിക്കുണ്ട്, എനിക്കിത് ബ്രോക്കർ പണിയുണ്ട്, കല്യാണാലോചനയായിട്ട് വരണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ വന്നല്ലേ? അല്ല ഞാനേ നീ ഇവിടെ എന്തിനാ വന്നേ? അതെ ഞാൻ എന്നോട് ചോദിച്ചില്ലല്ലോ, അതാ ഞാൻ ഇത്ര നേരമായിട്ട് പറയാനേ. ഈ ബയോളജിയിലെ ഒരു പരീക്ഷണം, നമ്മുടെ ഈ നദിക്കകത്ത് അമ്ളം ഉണ്ടോ എന്നൊക്കെ വന്നാ ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ ഒന്ന് കുളിക്കുന്നു. വെള്ളത്തിൽ ചാടുമ്പോൾ കുറെ കുമ്മളകളല്ലാതെ അമ്ലങ്ങളില്ല. അല്ല അത് അങ്ങനെ പറ്റില്ല, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാലേ ചിലപ്പോ അത് കാണത്തുള്ളൂ. ഞാൻ തുണിയില്ലാതെ ഞാൻ കൊണ്ട് ചാടും. ഈ പുള്ളിക്കാരത്തി എപ്പോഴും ഈ തുണി ഞാൻ തുണി കഴുകി തന്നാലോ? ഞാൻ കഴിവിക്കോളാം. എനിക്കാണെങ്കിൽ ഈ ബഹുമാനം ഭയങ്കര കൂടുതലല്ല, ഞാൻ കഴുകിത്തരാം. ഇങ്ങോട്ട് ഞാൻ കഴുകിത്തരാം. ഞാൻ കഴിവിക്കോളാം. അവര് തുണി കഴുകാൻ അവിടെ ഇരിക്കുമല്ലോ, ഞാൻ അവരുടെ ശ്രദ്ധ മാറ്റിക്കോളാം. ഈ കല്ലെടുത്ത് ഞാൻ കുളത്തിയിടുമ്പോ അങ്ങോട്ട് നോക്കിക്കോളാം. ആ സമയത്ത് ബാഗ് കൊടുത്തോണ്ട് ഓടിക്കോളെ. ചന്ദ്രന നിർത്തിക്കൊള്ളണം. തെങ്ങിന്റെ മണ്ടയിൽ നിന്നുള്ള തേങ്ങ ഇടല് നിർത്തിക്കൊള്ളണം. ചന്ദ്രനെ എനിക്ക് മനസ്സിലായി. എന്നെ ആകർഷിക്കാൻ വേണ്ടി തേങ്ങ എടുത്തിടുന്നതാണ് ചന്ദ്ര. ചന്ദ്രന ഞാൻ പറഞ്ഞിട്ടുണ്ടേ, അവിടെ ഇവിടെ നിന്ന് ഒരു മര്യാദ വേണ്ടേ? അതാ എനിക്ക് പറയാനുള്ള ഒരു കല്ലേ ഉള്ളിനി. തുണി കഴുകുന്ന കല്ലേ ഒരെണ്ണം കൂടി വേണമായിരുന്നു എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രണ്ണ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞ എന്തുവാ വെള്ളത്തിലെന്തുവാ? വെള്ളത്തിലൊന്നും ഇല്ല, തുണി കഴുകു. എന്തോ ആട് വിളിക്കുന്നു. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. എന്തുവാ 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 കാണിക്കുന്നത്? എന്തുവാ തുണി കഴിവണ്ടേ? ആടിനെ തീറ്റു. അമ്മച്ചി ഇപ്പം വെള്ളം കൊണ്ടുവരാവേ. ഇങ്ങോട്ട് ഞാൻ എടുത്തുതരാം. എന്റെ അച്ഛൻ വിജയൻ തൂവ പറഞ്ഞു. ഞാനേ കണ്ടുള്ളൂ, ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചല്ലേ നീ? ഇത് ഞാൻ എല്ലാവരും എല്ലാവരോടും പറയലേ ചേച്ചി, ദൈവത്തോട് പറയലേ. എന്റെ പൊന്നി ചേച്ചി പറയലേ, കാല് പിടിക്കാം. എന്റെ മുന്നില് ജലകന്യകം പ്രത്യക്ഷപ്പെട്ടേ, എന്തുവാടി പാന്റ് ഷർട്ട് ഇട്ട ജലകന്യകനാ? 2026 ആയില്ലേ, അതായിരിക്കും. ആടാ നീ? ഞാന് എന്തോടാ നിന്റെ പേര്? ചന്തൂട്ടി. കോപ്പിലാണ് കയറിയിരുന്ന എന്തോ ഒട്ടി എന്ന് പറഞ്ഞു? ചന്തൂട്ടി പേര് പറഞ്ഞു. പിന്നെ സ്ഥലം എവിടാ? തുമ്പേല. എവിടെ? എലേര തുമ്പില ഓലേര തുമ്പില? തിരുവനന്തപുരം കഴക്കൂട്ടം തുമ്പ. കഴക്കൂട്ടത്തുള്ള നീ റോക്കറ്റ് ഒക്കെ വിടുന്നിടത്ത്. വെൺമണിയില് നീ റോക്കറ്റിൽ ഒന്ന് വെള്ളത്തിൽ വീണോടാ? പിന്നെ നീ നിന്റെ അച്ഛന്റെ പേരെന്തുവാ? അച്ഛന്റെ ഒരു വെറൈറ്റി പേരാ. എന്തുവാ? സുൽത്താൻ. സുൽത്താൻ. അച്ഛൻ എന്ത് ചെയ്യുന്നോടാ? അച്ഛൻ ബാറിലെ സപ്ലയറാ. അപ്പൊ പൈസ കുറെ കിട്ടുമല്ലോ? ശമ്പളം കുറവാ, അച്ഛന് ടിപ്പേ കിട്ടത്തുള്ളൂ. അപ്പൊ നിന്റെ അച്ഛനാണല്ലേ ടിപ്പു സുൽത്താൻ? അതല്ലേ ഞാൻ വന്നപ്പോ വിളി, മൂർഖന്റെ ശബ്ദം, ഉറക്കത്തിന്റെ ശബ്ദം, അമ്ലങ്ങൾ, പ്രേമം. ഇതാണിത്. ഇതാണത്. അറിയാതെ ഇല്ല, ഞാൻ കടത്തിന് വന്നതാ. കടത്തിന് വേണ്ട വരണം. നീ കടത്തുള്ളിലടാ വരാതെ നീന്തട വെള്ളത്തിൽ നീന്തി വന്നത്? അല്ലല്ല, ഇവിടെ നിന്ന് പൈസ കടത്തിന് വാങ്ങിക്കാൻ വന്നാണ്. ഇതിപ്പോ അറിയോ? അറിയാവോന്നൊക്കെ ചോദിച്ചാ ചുണ്ടു കൊടുത്തു കള്ളം പറഞ്ഞു. ഈ രണ്ട് പേരിലും തൊട്ടെ. ഇതിപ്പോ അറിയോ?
ചേച്ചി ഒരു അബദ്ധം പറ്റിപ്പോയി ചേച്ചി. എന്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറയും. പറയരുത്. എന്റെ മോൻ എവിടെ? ഞാൻ ഫോൺ ഞാൻ ചാടിയപ്പോ എന്റെ കൂടെ ചാടിയാന്നോന്ന് സംശയം. നമ്മളിനി എന്തോ ചെയ്യും ചന്തോട്ടി? ജീവിക്കണ്ടായോ? നമ്മളിനി എന്തോ ചെയ്യുന്ന എനിക്കറിയത്തില്ല. എനിക്ക് എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാം. എന്താ? അടുത്തൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വിളിച്ചാൽ മതി. എനിക്ക് മണ്ണെണ്ണ വാങ്ങിക്കാൻ കടയിൽ പോകണം. അമ്മ എല്ലാം വഴക്ക് ഞാൻ പോവാണ്. അയ്യോ പോയി, അയ്യോ പോയി. ഞാൻ എന്തോ ചെയ്യും? ഞാൻ കരയണം. നിന്നെ പോലുള്ളവർക്ക് ഇങ്ങനെ കരയണം. ഇങ്ങനെ ഏതെങ്കിലും പയ്യന്മാർ വന്ന് ഒന്ന് പ്രേമിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയെ പറ്റിച്ചിട്ട് ഉള്ള സ്വർണ്ണവും തുണി എടുത്തോണ്ടങ്ങ് ഓടും. സ്വർണ്ണമില്ലെന്ന് പറഞ്ഞപ്പോ പോയത് കണ്ട. നിന്റെ അച്ഛനടുത്ത് ഞാൻ ഇന്നാണ് പറയില്ല. ചേച്ചി സ്വർണ്ണമൊന്നും ഇല്ലാതെ എന്റെ കല്യാണത്തിന് സൂക്ഷിച്ചു വെച്ച വീട്ടിലോട്ട് എന്നെ കേട്ടത്തില്ല. എനിക്കിത് പറയാനും പറ്റത്തില്ല. എന്റെ ജീവിതം തകർന്നു പോകും ചേച്ചി. ഈ ഒരു കാര്യം ചെയ്യും. ഒന്ന് ആറ്റിലോട്ട് എടുത്ത് ചാടാൻ അല്ലെങ്കിൽ വീട്ടിലോട്ട് പോകും. എനിക്കൊന്ന് കുളിക്കണം. ഞാൻ പോകുന്നില്ല. ഞാൻ എന്താ സ്വർണ്ണം പോയില്ല. അയ്യോ എനിക്ക് വയ്യ. കണ്ടോ ഈ വന്ന കാലത്ത് സ്വർണ്ണമൊന്നും കിട്ടി ആരും തിരിച്ചു തരത്തില്ല. ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു പോയി. പക്ഷെ കമല ചേച്ചിക്ക് നല്ല മനസ്സിൽ വാങ്ങിക്കൊണ്ടാ. അതുകൊണ്ടൊന്നുമല്ല. പിന്നെ സ്വർണം കിട്ടിയില്ലെങ്കിലേ ക്ലൈമാക്സ് ട്രാജഡി ആയി പോകും. ഇതാകുമ്പോ വീണ്ടും സന്തോഷത്തിലങ്ങ് അവസാനിക്കും. നീ വീട്ടിലോട്ട് പോവാ. എനിക്കൊന്ന് കുളിക്കണം.